ഫേസ് ലോക്ക്ഡ് ലൂപ്സ് PLL സെക്കൻഡ് പാർട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PLL ആണ് നമ്മൾ പഠിച്ചത്. 3 ബ്ലോക്സ് പ്രധാനമാണ്: ഫേസ് ഡിറ്റക്ടർ, ലോ പാസ് ഫിൽറ്റർ, വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. ഫേസ് ഡിറ്റക്ടറിന് ഒരു കമ്പാരറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് പറഞ്ഞിരുന്നു. ലോ പാസ് ഫിൽറ്റർ ഫോർ എലിമിനേറ്റിംഗ് ഹൈ ഫ്രീക്വൻസി നോയ്സ്. VCOയുടെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാണ്. വോൾട്ടേജിനനുസരിച്ച് ഫ്രീക്വൻസിക്ക് വേരിയേഷൻ വരും. VCOയുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി Fout. ഈ Fout ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട് ഫേസ് ഡിറ്റക്ടറിലേക്ക്. അപ്പോൾ ഫേസ് ഡിറ്റക്ടറിൽ 2 ഫ്രീക്വൻസി തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്, Finനും Fouട്ടും. ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഫേസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഈ വോൾട്ടേജിനെ തന്നെ നമുക്കിവിടെ കിട്ടും നോയ്സിനെ എലിമിനേറ്റ് ചെയ്തതിനു ശേഷം. ഈ വോൾട്ടേജിനനുസരിച്ച് ഈ VCOയുടെ ഫ്രീക്വൻസിക്ക് മാറ്റം വരും. എത്രത്തോളം മാറ്റം വരും എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ഇൻ Fout തീരുന്നത് വരെയുള്ള മാറ്റം ഉണ്ടാവും. ഡിഫറൻസ് മാറിക്കഴിയുമ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ലോക്ക്ഡ് സ്റ്റേറ്റ്. ഇതിനെ നമ്മൾ ലോക്ക്ഡ് എന്നറിയപ്പെടും. അതാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ: ദ ഫേസ് ഡിറ്റക്ടർ ക്യാൻ ബി കോൾഡ് എസ് എ കമ്പാരറ്റർ. ഇറ്റ് കമ്പയർസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി Fin വിത്ത് ദ ഫീഡ്ബാക്ക് ഫ്രീക്വൻസി Fout. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ഫേസ് ഡിറ്റക്ടർ ഇസ് എ DC വോൾട്ടേജ്. ഇതിന്റെ ഔട്ട്പുട്ട് ഒരു DC വോൾട്ടേജ് ആയിരിക്കും. ഈ വോൾട്ടേജ് അനുസരിച്ച് ഇവിടുത്തെ ഫ്രീക്വൻസി മാറും. അപ്പോൾ ഇൻപുട്ടിൽ ഒരു ഫ്രീക്വൻസി ഇങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ വോൾട്ടേജ് VCOയുടെ ഒരു ഫ്രീക്വൻസി ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യും. രണ്ടും 2 ഫ്രീക്വൻസി ആയിരിക്കും. ഈ ഒരേ ഫ്രീക്വൻസി ആവുന്നവരെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ക്യാപ്ചറിലായിരിക്കും എന്നറിയപ്പെടും. അപ്പോൾ ഇതിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ, this DC voltage is called as error voltage. The output voltage of this phase detector is applied to the low pass filter. ഈ ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കും. This LPF removes the high frequency noise and produces a DC level. High frequency noise നെ റിമൂവ് ചെയ്ത് ഒരു DC ലെവൽ നമുക്ക് കിട്ടും. This DC level is the input of the VCO. ഈ VCO എന്ന് പറയുന്ന മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് ഈ DC വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. The output frequency of the VCO is directly proportional to the input DC level. ഈ വോൾട്ടേജിനനുസരിച്ച് VCOയുടെ ഫ്രീക്വൻസി മാറും. The VCO frequency is compared with the input frequencies. അല്ലെ, ഔട്ട്പുട്ടിലുള്ള VCO ഫ്രീക്വൻസി ഇൻപുട്ടിലുള്ള Finനുമായിട്ട് കമ്പയർ ചെയ്യും ആൻഡ് അഡ്ജസ്റ്റഡ് അണ്ടിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻപുട്ട് ഫ്രീക്വൻസീസ്. ഈ VCO ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടേയിരിക്കും. ഇൻപുട്ട് ഫ്രീക്വൻസി മാറ്റുന്നില്ല. ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് നമ്മൾ കൊടുക്കുന്നത്. VCOയുടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതാണ്? ഈ വോൾട്ടേജ് അനുസരിച്ച്, എറർ വോൾട്ടേജ് അനുസരിച്ച് VCOയുടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ്. അപ്പോൾ ബിഫോർ ലോക്ക് PLL ഗോസ് ത്രൂ 3 സ്റ്റേറ്റ്സ്. 3 സ്റ്റേറ്റുകളോട് കടന്നു പോകും. ഒന്ന് ഫ്രീ റണ്ണിംഗ്, രണ്ടാമത്തത് ക്യാപ്ചർ, മൂന്നാമത്തത് ഫേസ് ലോക്ക്. 3 സ്റ്റേജുകളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. ബിഫോർ ദ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ദ PLL ഈസ് ഇൻ ദ ഫ്രീ റണ്ണിംഗ് സ്റ്റേറ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ് ഫ്രീ റണ്ണിംഗ് ആണ്. ഈ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഉള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫ്രീ റണ്ണിംഗ്. അത് VCOയുടെ ഫ്രീ റണ്ണിംഗ് ഫ്രീക്വൻസിയാണ്. വൺസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് അപ്ലൈഡ് ദ VCO ഫ്രീക്വൻസി സ്റ്റാർട്സ് ടു ചേഞ്ച്. ഇൻപുട്ട് ഫ്രീക്വൻസി അങ്ങോട്ട് കൊടുത്താൽ എന്ത് പറ്റുന്നു? ഔട്ട്പുട്ട് ഫ്രീക്വൻസി VCOയുടെ ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസി കൂടെ കമ്പയർ ചെയ്യും. ഫേസ് ഡിറ്റക്ടർ കമ്പയർ ചെയ്യും. ഒരു DC വോൾട്ടേജ് ഉണ്ടാകും. ആ DC വോൾട്ടേജ് അനുസരിച്ച് VCOയുടെ ഫ്രീക്വൻസി മാറും. അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വൺസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് അപ്ലൈഡ് ദ VCO ഫ്രീക്വൻസി സ്റ്റാർട്സ് ടു ചേഞ്ച് ആൻഡ് ദ PLL ഈസ് ഇൻ ദ ക്യാപ്ചർ മോഡ്. അപ്പോഴാണ് നമ്മൾ ക്യാപ്ചർ പിടിക്കാൻ പോകുന്നു എന്നുള്ള ക്യാപ്ചർ മോഡ്, ആ മോഡിലേക്ക് മാറുന്നു. ഏതാണ്? ലോക്കിലേക്കും ശ്രമിക്കുകയാണ്. ദ VCO ഫ്രീക്വൻസി കണ്ടിന്യൂസ് ടു ചേഞ്ച് അണ്ടിൽ ഇറ്റ് ഈക്വൽസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി. അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അതാണ് ഫ്രീ റണ്ണിംഗ്. അങ്ങോട്ട് കൊടുത്തതിന് മുന്നേയുള്ള ഫ്രീ റണ്ണിംഗ്. ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കും. എന്താണ്? VCOയുടെ ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസിയോടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തതിനു ശേഷം അണ്ടിൽ ഇറ്റ് ഈക്വൽസ് ഇൻപുട്ട് ഫ്രീക്വൻസി വരെ VCOയുടെ ഫ്രീക്വൻസി ചേഞ്ച് കൊണ്ടേയിരിക്കും. ആൻഡ് ദ PLL ഈസ് ദെൻ ഇൻ ദ ഫേസ് ലോക്ക്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ഒരേ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴത്തേക്ക് അതിന് ഇൻപുട്ട് ഫ്രീക്വൻസിയും VCO ഫ്രീക്വൻസിയും കൂടെ ഒന്നായി മാറുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഫേസ് ലോക്ക്ഡ് സ്റ്റേറ്റ്. ഇങ്ങനെ ലോക്ക്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി ഒന്ന് കൂടിക്കഴിഞ്ഞാൽ, ഇൻപുട്ട് ഫ്രീക്വൻസി ഏതെങ്കിലും കാരണവശാൽ കൂടുകയാണെങ്കിൽ വീണ്ടും VCOയുടെ ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് മാറുകയും VCOയുടെ ഫ്രീക്വൻസി വീണ്ടും ചേഞ്ച് ആവുകയും ലോക്കിലേക്ക് എത്തുകയും ചെയ്യും. ഇൻപുട്ട് ഫ്രീക്വൻസി കുറഞ്ഞാലും VCOയുടെ ഫ്രീക്വൻസി കുറഞ്ഞ് ലോക്കിലേക്ക് എത്തും. കൂടിയാലും VCOയുടെ ഫ്രീക്വൻസി കൂടി ലോക്കിലേക്ക് എത്തും. അതിനാണ് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്.